2020 ലോകത്തിനെ ഞെട്ടിച്ച് കോവിഡ് വന്നതോടെ കേരളത്തിൽ മാതൃകാപരമായ ആരോഗ്യ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് നമുക്ക് വ്യക്തമായ ധാരണയുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് ഒരുപാട് ആരോപണങ്ങൾ കോവിഡ് കാലത്തെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നന്നായി സൂചിപ്പിക്കാൻ സാധിച്ചേക്കും. നമ്മളോടൊപ്പം ശൈലജ ടീച്ചറുണ്ട്. ടീച്ചറുടെ മറുപടി കേൾക്കാം. ടീച്ചർ, ഇപ്പോൾ നമ്മുടെ സഭയിലൊക്കെ വലിയ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്ത് നടന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ച് CAG റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങളും പരാമർശങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തി. അപ്പോൾ നമ്മൾ PPE കിറ്റ് വാങ്ങിയതിലെ അഴിമതി എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷം ഇപ്പോൾ ഒരു വലിയ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചറിന്റെ ഭാഗത്തു നിന്നുകൂടി കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ, ഇത് ഈ വിഷയം നേരത്തെ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ ഉടനെ അസംബ്ലിയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. പിന്നെ അതിനെ ഉന്നയിക്കാൻ ഒരു കാരണമായിട്ട് പറയുന്നത് 2 വിലക്ക് PPE കിറ്റ് വാങ്ങി എന്നുള്ളതാണ്. ഒരു തവണ 500 രൂപ, 500 എന്ന് പറയുമ്പോൾ ആവറേജാണ്, 540, 580 അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. 480 ഒരു ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 1500 രൂപക്ക് എങ്ങനെ PPE കിറ്റ് വാങ്ങി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് വളരെ ക്ലിയർ കട്ടായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി അസംബ്ലിയിൽ അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അവർ വീണ്ടും അത് കഴിഞ്ഞതാണ്, പിന്നെ അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ അവർക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ PPE കിറ്റിൻ്റെ വിഷയം, ഈ വിലയിലുള്ള വ്യത്യാസം കാണിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാം എന്നവർ തീരുമാനിച്ചു. അഴിമതി ആരോപണം ഇവിടെ ഉന്നയിക്കുക മാത്രമല്ല, അവർ മുൻകൈ എടുത്തുകൊണ്ട് ലോകായുക്തയുടെ മുന്നിൽ ഒരു കോൺഗ്രസ്സുകാരിയെ കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അസംബ്ലിയിൽ ഈ വിഷയം ലോകായുക്തയുടെ മുമ്പിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലോകായുക്ത അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ലോകായുക്തയുടെ മുന്നിൽ പരാതി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് അവർക്ക് അന്വേഷിക്കാണ്ട് മറുപടി പറയാൻ പറ്റില്ലല്ലോ, അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അതേ സമയത്ത് തന്നെ അവർ അസംബ്ലിയിൽ ഈ കാര്യം വീണ്ടും ഉന്നയിച്ചു. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെ വ്യക്തമായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി അസംബ്ലിയിൽ വളരെ വിസ്തരിച്ച് ഇതിനുള്ള മറുപടി പറഞ്ഞു. അടിയന്തര സാഹചര്യത്തെ നേരിടുന്ന ഘട്ടത്തിൽ തികച്ചും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക, അതിലേറ്റവും പ്രധാനമായിട്ട് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിൻ്റെ ഞങ്ങൾ പറയും. അത് രോഗിയുടെ അടുത്ത് ആദ്യം തന്നെ പോകുന്നത് ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയ മെഡിക്കൽ ടീമാണ്. ആ മെഡിക്കൽ ടീമിൻ്റെ ജീവൻ രക്ഷിക്കുക ഇത്ര കഠിനമായ പകർച്ചവ്യാധിയുടെ ഘട്ടത്തിൽ, ആ ഉദ്ദേശത്തു കൂടി ജനങ്ങളെ രക്ഷിക്കുന്നതിനും വേണ്ടി ഈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അത് കിട്ടാവുന്നിടത്തുനിന്ന് ശേഖരിച്ചു വെക്കുക എന്നുള്ളത് അന്നത്തെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് അന്ന് LDF ഗവൺമെൻറ് നിർവഹിച്ചത്. ഇന്ത്യയിൽ ആദ്യം കേരളത്തിലാണ് വന്നത്. അപ്പോൾ നമ്മൾ കുറേയും കൂടി അലർട്ടായി, നമ്മൾ കൂടുതൽ വിജിലൻ്റായി, കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് ജനുവരിയിലാണ്. ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ, ഫെബ്രുവരി ആകുമ്പോഴേക്കും മറ്റ് സംസ്ഥാനങ്ങളിലും കോവിഡ് വരാൻ തുടങ്ങി. കേരളം മാത്രമല്ല, ഒരു മാസം കഴിഞ്ഞപ്പോൾ മറ്റ് സ്ഥലം അവിടെയെല്ലാം വരുമ്പോൾ മരണം സംഭവിക്കാൻ തുടങ്ങി. പക്ഷേ കേരളത്തിൽ മരണം ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് നിന്നു, മാസ്ക് ധരിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും തുടങ്ങിയിട്ടില്ല, ലോക്ക്ഡൗൺ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ കോവിഡിനെ കുറിച്ച് ഒരുപാട് പ്രവചനങ്ങൾ വന്നു. അപ്പോൾ മദ്രാസ് IITയുടെ ഒരു പ്രവചനം വന്നു, ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ പെർ ഡേ 80,000 വരെ കേസ് കൂടാം. അതാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ കേരളത്തിൽ ഒരു 5,000 വരെ കൂടിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർ ഡേ കേസ് 5,000 ആയാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈ IITയുടെ ഒക്കെ പ്രവചനം വരുന്നത് 20,000 മേലെയാവാം, പിന്നെ 25,000 മേലെയാവാം. അങ്ങനെ വന്നൊരു ഘട്ടത്തിൽ 80,000 വരെ ഒരു ദിവസം പുതിയ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ലോകമാകെ വ്യാപിക്കുകയാണ് കോവിഡ്. അപ്പോഴേക്കും മാർച്ച് മാസമായി. നമ്മുടെ കയ്യിൽ കോവിഡിൻ്റെ നേരത്തെ നിപ്പയുടെ കാലത്തൊന്ന് സംഭരിച്ചു വെച്ച, അത് ഇവിടെ നിന്ന് സംഭരിച്ചത് മാത്രമല്ല, നിപ്പ വൈറസ് വന്നപ്പോൾ ലോകം മുഴുവൻ നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഗൾഫിൽ നിന്ന് ഈ VPS ഹെൽത്ത് കെയറിൻ്റെ ഡോക്ടർ ഷംഷീർ വയലിൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളെന്തെങ്കിലും സഹായിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, വേറൊന്നും വേണ്ട, എനിക്ക് കുറച്ച് ഈ സുരക്ഷാ ഉപകരണങ്ങൾ അത് കുറച്ചേ ഇവിടെ ഉള്ളൂ, പിന്നെ അത് അയച്ചു തരണം, കൂടുതൽ ആളുകൾക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അത് കിട്ടിയാൽ പിന്നെ കുറേ സാനിറ്റൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കിത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി ഉണ്ട് അവിടെ. അപ്പോൾ പിന്നെ അത് കിട്ടിയാൽ നല്ലതായിരുന്നു. അദ്ദേഹം ഒരു വിമാനം ചാർട്ടർ ചെയ്തിട്ട് ഒരു 6 കോടിയോളം രൂപ വിലമതിക്കും എല്ലാം കൂടി എന്നാണ് പറയുന്നത്. എന്തായാലും പിന്നെ വലിയ തോതിൽ ഈ സാധനങ്ങൾ എത്തിച്ചു, കേരളത്തിലേക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തിച്ചു. അന്ന് പക്ഷേ നിപ്പയ്ക്ക് കുറച്ച് കാര്യങ്ങളെ PPE കിറ്റ് കുറച്ചേ ഉപയോഗിക്കേണ്ട വന്നിട്ടുള്ളൂ.
പിന്നെ ഇങ്ങനെ പടർന്നിട്ടില്ലല്ലോ. ബാക്കിയുള്ള കുറച്ച് PPE കിറ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ ഉപയോഗിക്കാൻ തികഞ്ഞിരുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഫെബ്രുവരിയിൽ കോവിഡ് പടർന്നപ്പോൾ ഇപ്പൊ ചിലർ കളിയാക്കും, അമേരിക്കയിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല ഇന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ കാലഘട്ടത്തിൽ ഒരു ദിവസം പറഞ്ഞുപോയി, അതായത് അമേരിക്കയിൽ നിന്ന് നേഴ്സുമാർ വിളിച്ചിരുന്നു. അവർക്ക് പെട്ടെന്ന് ഗ്ലൗസ് പോലും ഇല്ലാതെ രോഗികളുടെ അടുത്ത് പോകേണ്ടി വരുന്നു. കാരണം വലിയ പൈസയുള്ള രാജ്യം, പക്ഷെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല വേണ്ടത്ര കാര്യങ്ങൾ. പെട്ടെന്ന് എണ്ണം കൂടിയപ്പോൾ വേണ്ടത്ര സ്റ്റോക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്, അല്ലാണ്ട് അവർക്ക് വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മളെടുത്ത് ഈ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അന്നേരം എല്ലാവരെക്കാളിയും നമ്മളൊരു മെച്ചപ്പെട്ട് എല്ലാവർക്കും ഗ്ലൗസ് കൊടുക്കുന്നുണ്ട്, നഴ്സുമാർക്കൊക്കെ. പക്ഷെ അതങ്ങ് തീർന്നു ആ സ്റ്റോക്ക്. മാർച്ച് ആകുമ്പോഴേക്കും അത് ശരിക്കും തീർന്നു. മാർച്ച് മാസം സ്റ്റോക്ക് തീരാൻ തുടങ്ങിയപ്പോൾ ആകെ ഞങ്ങൾ വിൽക്കണ്ടാവില്ല, ഇത് വാങ്ങണമല്ലോ. നാട്ടിലുള്ള കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുണ്ട്, അവരിൽ നിന്നാണ് കൂടുതൽ. ഇപ്പോൾ 2.5 ലക്ഷത്തോളം മാസ്ക് അവരിൽ നിന്നാണ് വാങ്ങിയത്, എറണാകുളത്തുള്ള ഒരു കമ്പനി. പിന്നെ അവർക്ക് ഓർഡർ കൊടുത്തു. നാട്ടിൽ നമ്മൾ സാധാരണ വാങ്ങുന്ന എല്ലാ കമ്പനികൾക്കും ഓർഡർ കൊടുത്തു. മാർച്ച് പകുതിയാകുമ്പോഴേക്കും വേറൊരു സംഭവം ഉണ്ടായി. കാരണം ഈ ചൈനയാണ് ഈ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ഈ N95 മാസ്കും അതുപോലെ ഈ PPE കിറ്റ് തയ്ക്കാനുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന പ്രധാന കേന്ദ്രം ചൈനയായിരുന്നു. മാർച്ച് ആകുമ്പോഴേക്കും ചൈന ലോക്ക്ഡൗൺ ആയി. ചൈനയിൽ വളരെ വലിയ വ്യാപനമായി. ചൈനയിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും സാധനങ്ങളൊന്നും വരാതായി. വലിയ പ്രശ്നമായി എപ്പോഴും. അപ്പോൾ എവിടുന്നാണ് ഈ വാങ്ങി ശേഖരിച്ചു വെക്കുക? ഈ IITയുടെ എല്ലാം പ്രവചനവും കൂടി കണ്ടപ്പോൾ നമ്മൾ കുറേ അധികം വാങ്ങി ശേഖരിക്കണം. നമ്മൾ എത്രയാണോ വേണ്ടത് അതിൻ്റെ എത്രയോ ഇരട്ടി വാങ്ങി ശേഖരിച്ച് വെച്ചാലേ നമുക്ക് ഈ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റും. അന്നേരം ഓടിയാൽ കിട്ടൂല ഈ സാധനം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് ഈ PPE കിറ്റൊക്കെ അപ്രത്യക്ഷമായി. കടുത്ത ക്ഷാമമായി. 2-3 ആഴ്ചക്കാലം നല്ല ക്ഷാമം, കിട്ടാനില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ KMSCL പരിശോധിക്കുമ്പം ഒരു 3-4 ദിവസത്തേക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ. പിന്നെ PPE കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഈ കോവിഡ് വ്യാപിക്കുമെന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ് ഒരു പ്രത്യേക കമ്മിറ്റിയെ നിശ്ചയിച്ചിരുന്നു. കാരണം മെഡിസിൻ കൂടുതൽ പർച്ചേസ് ചെയ്യണം, ഈ വെന്റിലേറ്ററുകൾ വാങ്ങണം, അതുപോലെ ICU പിന്നെ ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. ഇതെല്ലാം സാധാരണത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അത് KMSCL മാത്രം ഒറ്റക്കാവുന്നത് ശരിയല്ല. അത്രയും ബൾക്ക് പർച്ചേസൊക്കെ വരുമ്പം അത്രയല്ലേ ഇവർക്ക് സ്റ്റാഫും കാര്യമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു. ഈ സപ്ലൈ ചെയിൻ മനസ്സിലാക്കിക്കൊണ്ട് അന്നേരം തീരുന്നത് മനസ്സിലാക്കി വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ, പർച്ചേസ് ചെയ്യാനും വേണ്ടി വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഇളങ്കോവൻ IASന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഗവൺമെൻറ് നിശ്ചയിച്ചു. അതിൽ ഹെൽത്ത് സെക്രട്ടറി ഉണ്ട്, 2-3 IAS ഓഫീസർമാരെല്ലാം ചേർന്ന ഒരു കമ്മിറ്റിയാണ്. പിന്നെ അവരാണ് ഈ പർച്ചേസ് മുഴുവൻ KMSCL മാത്രമല്ല നിയന്ത്രിക്കുന്നത്. അപ്പോൾ മാർച്ച് 28-ന് ഇളങ്കോവൻ്റെ നേതൃത്വത്തിൽ KMSCLൊരു യോഗം ചേർന്നു. അദ്ദേഹമാണ് അതിൻ്റെ കൺവീനർ. യോഗം ചേർന്ന് സപ്ലൈ ചെയിൻ ആകെ പരിശോധിച്ചു, എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര വാങ്ങണം. അപ്പോൾ നമുക്ക് ലേശം ഉത്കണ്ഠാകുലമാണ്. നമ്മൾ വാങ്ങാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാവില്ല. ഇതിന് മാർക്കറ്റിലാണെങ്കിൽ വലിയ ദാരിദ്ര്യം, അധികം കമ്പനികളില്ല, ഉള്ളതെല്ലാം തീർന്നു പല കമ്പനികളുടെ കയ്യിലുള്ളതും. അപ്പോഴാണ് നമ്മൾക്ക് 25,000 കിറ്റ് തരാമെന്ന് നമ്മുടെ നാട്ടിലുള്ള കമ്പനിയായ അനിത ടെസ്റ്റ്കോട്ട് പറഞ്ഞത്. മന്ത്രി നേരിട്ട് ഈ പർച്ചേസിലൊന്നും ഇടപെടുന്നില്ല. ഇതിൻ്റെ നാൾവഴികൾ ഫയലിലൂടെ ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ഈ പർച്ചേസിലൊന്നും ആരോഗ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല, നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കും, കാരണം ആരോഗ്യ പ്രശ്നമാണല്ലോ. ഞാനും പരിശോധിക്കണമല്ലോ എത്ര സ്റ്റോക്ക് ഉണ്ട്, എപ്പോഴാണ് തീർന്നു പോവുക, വാങ്ങി സ്റ്റോക്ക് വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മാർച്ച് 28-ന് ചേർന്ന യോഗത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കൊട്ടേഷൻ ക്ഷണിച്ചപ്പോൾ ഈ അനിത ടെസ്റ്റ്കോട്ട് എന്ന് പറയുന്ന കമ്പനി 25,000 തരാമെന്ന് കോട്ട് ചെയ്തു. അത് ചെറിയ വിലക്കാണ്, 545 മറ്റോ ആണ്, എന്തായാലും 600 താഴെ ഉള്ള വിലക്കാണ് തരാൻ തീരുമാനിച്ചത്. പക്ഷേ അവർക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. 10-22 ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് 10,000 മാത്രമേ സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവർക്കാണെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ ഇമെയിൽ അയച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഇതിൻ്റെ ഗുണനിലവാരവും പരിശോധിക്കും. അപ്പോൾ ഗുണനിലവാരം പരിശോധിച്ച് നോക്കുമ്പോൾ അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. വേറെ ഉണ്ടെങ്കിൽ അതാ നല്ലത്. കാരണം അനിത ടെസ്റ്റ്കോട്ട് സപ്ലൈ ചെയ്യുന്ന ഈ PPEയിൽ അതിൻ്റെ മാസ്ക് 3 ലെയർ മാസ്കാണ്. യഥാർത്ഥത്തിൽ N95 മാസ്കാണ് പെർഫെക്റ്റ് ആയിട്ട് ഈ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടത്. ഇത് കുറച്ച് കടുപ്പമുള്ള വൈറസ് ആണല്ലോ. അപ്പോൾ N95 മാസ്ക് കൂടി അതിനകത്ത് വേണം. പിന്നെ കാലിനിടാനുള്ള ഷൂസ് വേണം, കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പിന്നെ ഇത് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് വേണം, ആപ്രൺ വേണം, ഇതൊക്കെ വേണം. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ വേണ്ടത്ര പൂർണ്ണമായിട്ടും പോരാ അത്. പക്ഷെ വേറെ കിട്ടാനും ഇല്ല. പിന്നെ തീരെ മോശമല്ല, അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാമെന്ന് കമ്മിറ്റി
നിശ്ചയിക്കുകയും ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഈ സാൻഫാർമയുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു, ഈ കമ്മിറ്റി, പർച്ചേസ് കമ്മിറ്റി. അപ്പോൾ അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അവർ വില 1500 രൂപയാണ്. 1500 ടാക്സും ഉണ്ട്. ഈ പൈസക്ക് 3 ഇരട്ടി വിലയാവും. അപ്പോൾ എന്ത് ചെയ്യണം? കമ്മിറ്റി എല്ലാം കൂടി ആലോചിച്ചു, ഗവൺമെൻറ് ആകെ ആലോചിച്ചു. അപ്പോൾ പറഞ്ഞു വില കൂടിയാലും അത് പിന്നെ ഈ CEയുടെ സർട്ടിഫിക്കറ്റുള്ള യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ യൂറോപ്യൻ കമ്മീഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്, സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണിത് PPE കിറ്റ്. ഇപ്പോൾ രോഗിയെ രക്ഷിക്കാനാണെങ്കിൽ വെറുതെ PPE ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് കാര്യമില്ല. വൈറസ് കടക്കാത്ത വിധം സംരക്ഷിക്കാൻ പിന്നെ നമുക്കിത് ആവശ്യമാണ്. അവർക്ക് N95 മാസ്ക് ഉണ്ട്, പിന്നെ കാലിടാനുള്ള ഷൂവും കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള പിന്നെ ഉപകരണം എല്ലാം പെർഫെക്റ്റ് ആണത്. അതുകൊണ്ടാണ് അവർ വില കൂടുതൽ കുറക്കാത്തത്. നമ്മൾ ഒന്ന് അവരോട് ബാർഗെയിൻ ചെയ്ത് നോക്കി, പക്ഷെ അവർ കുറക്കാൻ തയ്യാറല്ല. കാരണം അവർക്കറിയാം എക്യുപ്മെൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് അവർക്കറിയാം, അവർ കുറക്കുന്നില്ല. ഇനി നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും അത് വാങ്ങാൻ ആൾ ക്യൂ നിൽക്കുകയാണ്, ആരെങ്കിലും മേടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഈ കമ്മിറ്റിയുടെ തീരുമാനം വന്നപ്പോൾ KMSCLൻ്റെ ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സാൻഫാർമയിൽ നല്ല PPE ഉണ്ട്, പക്ഷെ പൈസ കൂടുതലാണ്. നമുക്കാണെങ്കിൽ അനിത ടെസ്കോട്ടിന് നിരവധി ഇമെയിൽ അയച്ചു, അവർക്ക് കൂടുതൽ സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. അവരാദ്യം ഒരു 10,000 ചെയ്തു, അതും കുറച്ച് സമയം എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടി ഓർഡർ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു. ഞാനത് മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും എല്ലാവരോടും പിന്നെ ചർച്ച ചെയ്തു. അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും തീരുമാനിച്ചു. കാരണം വിലയല്ല പ്രശ്നം, മനുഷ്യരുടെ ജീവൻ രക്ഷിക്കലാണ്. കാരണം ഡോക്ടർമാരെയും നഴ്സുമാരെയും PPE ഇല്ലാതെ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് അയക്കുക എന്നുള്ളത് അന്ന് ചിന്തിക്കാൻ പോലും കഴിയായിരുന്നില്ല. കൊലക്ക് കൊടുക്കലാണ്. അവരുടെ ഡ്യൂട്ടിയാണ്, അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോകില്ല എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് മരിക്കും. ഇനി പേഷ്യൻറ്റിൻ്റെ അടുത്ത് എക്യുപ്മെൻ്റ് ഇല്ലാണ്ട് ഇവർ പോയാൽ ഇവർ മരിക്കും. അങ്ങനെ അത്രയും ഗുരുതരായിരുന്നല്ലോ ആദ്യഘട്ടത്തിലുള്ള ഈ ഇൻഫെക്ഷൻ. പിന്നെ വാക്സിനൊക്കെ വന്നു, പിന്നെ ഒരുമാതിരി പ്രതിരോധമൊക്കെ ആയതിനു ശേഷമല്ലേ പിന്നെ ഇതിൻ്റെ മ്യൂട്ടേഷൻ വന്നു. അപ്പോഴാണല്ലോ ഇതിൻ്റെ ശക്തി കുറഞ്ഞത്. ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നാട്ടുകാരെല്ലാം ഓർമ്മിക്കും, ഈവൻ USA-ലും UK-ലും ഒക്കെ കൂട്ടത്തോടെ ആളുകൾ മരിച്ചിട്ട് ക്രിമേഷൻ പോലും ആളുകളെ നിരത്തി വെച്ചിട്ട് മണ്ണിട്ട് മൂടുന്ന കാഴ്ചയല്ലേ, നമ്മൾ മറന്നുപോയി അത് പലരും. അതാണ് മീഡിയയിൽ ചർച്ച ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഞാൻ വിചാരിക്കുക, അവരന്ന് ഏറ്റവും കൂടുതൽ എടുത്തു കാണിച്ചത് ആ ചിത്രങ്ങളാണ്. ന്യൂയോർക്കിലൊക്കെ ഒരു പ്രത്യേക ദ്വീപ് പോലുള്ളൊരു സ്ഥലത്ത് മണ്ണ് മാന്തി എടുത്തിട്ട് മൃതദേഹങ്ങൾ അടുക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടുന്ന കാഴ്ച, ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളിലടക്കം. പിന്നെ നമ്മുടെ രാജ്യത്ത് പറയണ്ട, കഴിഞ്ഞ ദിവസം ബഹുമാന്യായിട്ടുള്ള ആരോഗ്യമന്ത്രി അസംബ്ലിയിൽ പറയുമ്പോൾ വീണ ജോർജ് പറഞ്ഞു, ഇവിടെ ഒറ്റ മൃതദേഹവും പുഴയിൽ ഒഴുകി നടന്നിട്ടില്ല. അവരതിശയോക്തികരമായി പറഞ്ഞതല്ലല്ലോ അത്. ഗംഗയിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുകയായിരുന്നില്ലേ ഇന്ത്യയിൽ? എന്നാൽ ഇവിടെ ഓരോ മരിച്ച വ്യക്തിയെയും എത്ര ബഹുമാനിച്ചുകൊണ്ടാണ് സംസ്കാരം നടന്നിട്ടുള്ളത്. ഒരിടത്തും ക്രിമേഷന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. അതുപോലും നമ്മൾ കൃത്യമായിട്ട് ഒരുക്കിയിട്ടാണ്. അതുപോട്ടെ, ഇത് പിന്നെ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് പിന്നെ സാൻഫാർമയിൽ ഓർഡർ ചെയ്തു. അപ്പോൾ എത്ര ഓർഡർ ചെയ്യണം? കാരണം ഈ PPE കിറ്റ് ഒരു 2-3 മണിക്കൂറേ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരാളെ 3 മണിക്കൂറല്ലല്ലോ ജോലി ചെയ്യുന്നത്. അയാൾ ഡ്യൂട്ടി എടുക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ 3-4 PPE മാറേണ്ടി വരും പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എത്ര എണ്ണം വേണം? ഇത്രയും പേഷ്യൻ്റ് കൂടിയാൽ എത്ര എണ്ണം വേണ്ടി വരും? അന്നേരം പേഷ്യൻറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ PPE കിറ്റിന് വേണ്ടി പരക്കം പാഞ്ഞാൽ എവിടെന്നെങ്കിലും കിട്ടുമോ? അപ്പോൾ ഈ സാധനം അതുകൊണ്ട് വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. നമ്മൾ 50,000 ഓർഡർ ചെയ്തു. പക്ഷേ അവരുടെ കയ്യിലുള്ളത് ആ കമ്പനി അവരുടെ കൺസ്യൂമേഴ്സിനെ എല്ലാവർക്കും തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്തു, നമുക്കായിട്ട് തന്നില്ല. 50,000 ഉണ്ടെങ്കിൽ 50,000 നമുക്ക് തരുന്നില്ല അവർ, കാരണം ഡിമാൻഡ് ഉണ്ട്. അവർ മറ്റുള്ളവർക്ക് കൊടുത്തു, നമുക്ക് 15,000 തന്നു. അപ്പോൾ 15-എങ്കിൽ 15 കിട്ടിയപ്പോൾ അന്ന് വലിയ ആശ്വാസമായിരുന്നു. അത് ഏറ്റവും ഫലപ്രദമായിട്ട് വരികയും ചെയ്തു. അത് നമ്മൾ ഉപയോഗപ്പെടുത്തി. അപ്പോഴേക്കും മാർക്കറ്റിൽ ഏതൊക്കെയോ കമ്പനികൾ കിട്ടുന്ന റോ മെറ്റീരിയലൊക്കെ സംഘടിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കമ്പനിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ 860 രൂപയായി PPE കിറ്റിന്. അപ്പം തന്നെ നമ്മൾ 50,000 ഓർഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ KMSCL അവരെ ബന്ധപ്പെട്ടു, ഈ കമ്പനിയെ, ഞങ്ങൾക്കിപ്പം മാർക്കറ്റിൽ 860 രൂപയ്ക്ക് കിട്ടാൻ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളടുത്ത് ഈ കൂടിയ വിലക്ക് തരാൻ പറ്റില്ല, അതുകൊണ്ട് ആ ഓർഡർ ക്യാൻസലാക്കണം. വേണമെങ്കിൽ അവർക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നൊക്കെ പറയാം, കാരണം 50,000 ഒന്നിച്ച് ഓർഡർ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ അവർ ചെയ്തിട്ടില്ല. അവർ ഡീലറാണ്, എപ്പോഴും അവരുടെ മെഡിസിനോ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. ഓക്കെ, അത് 35,000 ക്യാൻസൽ ചെയ്യാം. അങ്ങനെ 35,000 ക്യാൻസൽ ചെയ്ത്
പിന്നെ കിട്ടുന്ന വിലക്ക് കുറഞ്ഞ വിലക്ക് വന്നപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംഭവമാണത്. ഇത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കോർ കമ്മിറ്റി ഉണ്ട്, പിന്നെ പർച്ചേസ് കമ്മിറ്റി ഇളങ്കോവൻ നേതൃത്വം വഹിക്കുന്ന പർച്ചേസ് കമ്മിറ്റി ഉണ്ട്, KMSCL ഉണ്ട്. ഇവരെല്ലാം ചർച്ച ചെയ്ത് കമ്മിറ്റി തീരുമാനിച്ച് വാങ്ങാൻ തീരുമാനിച്ച് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഫയൽ ഞാൻ കാണണമല്ലോ. എൻ്റെ അടുത്ത് വന്നു. ഞാൻ അതിനകത്ത് എന്താ ചെയ്യേണ്ടത്? എനിക്ക് 2 കാര്യം ചെയ്യാം. ഇതൊന്നും ഇപ്പോൾ വാങ്ങണ്ട എന്ന് പറഞ്ഞ് ഫയൽ തിരിച്ചയക്കാം. പക്ഷേ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ ഡോക്ടർമാരും നഴ്സുമാരും അല്ലേ ആശുപത്രിയിൽ പോകുന്നത്, അവരെ സംരക്ഷിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞ രീതിയിൽ എഴുതിയിട്ടൊന്നുമില്ല. അതിൻ്റെ അടിയിൽ അംഗീകരിച്ച് സൈൻ ചെയ്ത് ധനകാര്യമന്ത്രിക്ക് വിട്ടു. ധനകാര്യമന്ത്രി സൈൻ ചെയ്ത് ചീഫ് മിനിസ്റ്റർക്ക് വിട്ടു, അംഗീകരിച്ചു, വാങ്ങി. അതൊരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് എന്താ നേട്ടം ഉണ്ടായത്? അപൂർവം ചിലർ ചാനൽ ചർച്ചയിൽ അത് പറയുന്നത് കേട്ടു. പക്ഷേ ഈ ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ചില അവതാരകരുണ്ടല്ലോ, കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുമില്ല. എന്നാൽ നമ്മളെ മനസ്സിലായാലും ആയില്ല എന്ന് നടിച്ച് നമ്മളെ കുറ്റവും പറയണം. എന്തൊക്കെയാ പറഞ്ഞതെന്നറിയും. അവർ പറഞ്ഞ ഓരോന്നിനും മറുപടി പറയാനൊന്നും പറ്റില്ല. പക്ഷേ ചിലരെങ്കിലും അത് ആ സമയത്തുള്ള വ്യത്യാസം, കേരളം എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു. അതിലേറ്റവും പ്രധാനം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിൻ്റെ മരണം. അതേറ്റവും കുറഞ്ഞ ഇടം കേരള, ഇല്ലെന്ന് തന്നെ പറയാം. കേട്ടില്ലേ? ഈ നമ്മുടെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി 140-140 പേർ മരിച്ചപ്പോൾ ഡോക്ടർമാർ മരിച്ചു. തൊട്ടടുത്ത തമിഴ്നാട്ടിലടക്കം ഡോക്ടർമാർ മരിച്ചു. പിന്നെ എണ്ണം വ്യത്യാസമുണ്ട്, ഓരോ സംസ്ഥാനത്തിൻ്റെതും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. 43 പേര് മരിച്ച സംസ്ഥാനമുണ്ട്, 15 പേര് മരിച്ച സംസ്ഥാനവും. ഡോക്ടർമാരെ രോഗം പകർന്നിട്ട് മരിച്ചതാണ് കോവിഡ് മരണം. കേരളത്തിൽ ഒറ്റ ഡോക്ടർ പോലും കോവിഡ് ബാധിച്ച് മരിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ഈ PPE കിറ്റ് അവർക്കെല്ലാം ഉപയോഗിക്കാനുണ്ടായിരുന്നു. നമ്മൾ എല്ലാവർക്കും ഈ പ്രൊട്ടക്ഷൻ ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവരെ ജോലിക്ക് വിടുന്നത്. അതാണ് ഒരു ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വ്യക്തമായ കാര്യത്തിനാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അന്ന് ഈ അനിത ടെസ്കോട്ട് തരാമെന്ന് പറഞ്ഞ PPE കിറ്റിന് അവരുടെ കാലം വരെ കാത്തിരുന്ന് അത് മാത്രമേ ആശ്രയിച്ച് നിന്നിരുന്നെങ്കിൽ എത്ര ആളുകൾ മരിച്ചു പോകുമായിരുന്നു. ടീച്ചർ ഇത് പറഞ്ഞതുപോലെ ആ രൂക്ഷമായ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പോൾ ഇതിന് വിരുദ്ധമായി ചർച്ച ചെയ്യുന്ന ആളുകളടക്കം ചർച്ച ചെയ്യാൻ പാകത്തിന് ഇരിക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി ഉണ്ടായത് നമ്മൾ അന്ന് ഈ PPE കിറ്റ് അടക്കം വാങ്ങിയത് കൊണ്ടാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ CAG ഇത്ര ഒരു നിശ്ചിതമായ റിപ്പോർട്ട് ഇങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടാവുക? CAGയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അത് വായിച്ചവർ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് CAG കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ എഴുതാൻ പാടുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷെ CAG എഴുതിയതിൽ ഉള്ള വാചകം ഇവരിപ്പോൾ പറയുന്നത് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇവരിപ്പോൾ പറയുന്ന അത്ര ഒരു ദോഷകരമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിനകത്ത് പറഞ്ഞത് ഏകദേശം 10 കോടിയുടെ അധിക ചെലവുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഡിസാസ്റ്റർ കാലഘട്ടത്തിൽ പർച്ചേസ് റൂൾ, ലോക്കൽ പർച്ചേസ് റൂൾ വേവ് ചെയ്തുകൊണ്ട് കോട്ടയെ പോലും വേണ്ട, നേരിട്ട് വാങ്ങിയെടുക്കാവുന്നതാണ് എന്നുള്ള റൂളുണ്ട്. പിന്നെ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഇത് കണക്കാക്കിയാൽ ഒരു 81 ലക്ഷമോ മറ്റോ ആണ് അധികം വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ CAG ഏത് കണക്കാ പരിശോധിച്ചെന്നറിയില്ല. 10 കോടി, 10-ലേറെ കോടി രൂപയുടെ. ഇനി 10 കോടി ആയാലും എത്ര ലക്ഷം PPE കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്? അത്രയും PPE കിറ്റ് വാങ്ങുമ്പോഴാണ് ഈ 15,000 കിറ്റ്, ലക്ഷക്കണക്കിന് PPE, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എറണാകുളത്തുള്ള കമ്പനിയിൽ നിന്ന് 2.5 ലക്ഷം കിറ്റ് വാങ്ങിയിരുന്നു എന്നുള്ളത്. 15,000 കിറ്റ് ആ പ്രത്യേക 2-3 ആഴ്ചയിൽ ഈ റോ മെറ്റീരിയൽസ് കിട്ടാത്തൊരവസ്ഥ വന്നു. കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഒരു സാധാരണ ഞങ്ങളൊക്കെ പറയാറുണ്ട് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും എന്നൊക്കെ പറയാറുണ്ട്. ഡിമാൻഡ് കൂടുതൽ വരുമ്പം ആളുകൾ മാർക്കറ്റിൽ സാധനം ഇല്ലാണ്ടാവും, വില കയറ്റും. അതൊരു മുതലാളിത്ത സമൂഹത്തിന്റെ ഒരു ട്രെൻഡാണ്. അപ്പോൾ അതുപോലെ വന്നപ്പോൾ പകച്ചുപോയി പെട്ടെന്ന്. ഇത് കിട്ടാണ്ടായാൽ എന്ത് ചെയ്യും? നമുക്കിത് അടിക്കാനൊന്നും പറ്റൂലല്ലോ നേരിട്ട് ആരോഗ്യവകുപ്പിനൊന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ വാങ്ങിയ 15,000 കിറ്റിന്റെ വിലയാണ് ഈ പ്രശ്നമായിട്ട് പറയുന്നത്. അത് നാട്ടുകാർ ആര് കേട്ടാലും, എന്നെ ചിലർ വിളിച്ചിട്ട് പറയായിരുന്നു, ടീച്ചർ അത് ഞങ്ങൾ 10 രൂപക്ക് ആദ്യം വാങ്ങിയ മാസ്ക് പിന്നെ 100 രൂപക്ക് വാങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. അതേ മാസ്ക് കോവിഡ് അങ്ങ് കൂടിയപ്പോൾ 100 രൂപയായാലും വാങ്ങുക തന്നെ, നല്ല മാസ്ക് വേണം, ആ 100 രൂപയായാലും വാങ്ങുക തന്നെ എന്ന് കരുതി ആളുകൾക്കറിയാം. പക്ഷേ ഇത് CAGയുടെ റിപ്പോർട്ടിൽ ഈ 10 കോടി അധിക ചെലവ് വന്നു എന്ന് പറഞ്ഞ് പിന്നെ ഒരു പരാമർശം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത്തരം ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഗവൺമെന്റ് പ്രത്യേക സംവിധാനം ഉണ്ടാക്കണം എന്നൊരു സജഷൻ കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് നേരിട്ട് വായിച്ചിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ CAG പറഞ്ഞു ഞങ്ങൾ പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതാണല്ലോ ഈ പ്രത്യേക പർച്ചേസ് കമ്മിറ്റി അടക്കം രൂപീകരിച്ചുകൊണ്ടാണ് അവരെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ്. അവരെല്ലാം ചെറിയ ആളുകളല്ലല്ലോ ഇതെല്ലാം പരിശോധന. ഇപ്പോൾ ഇളങ്കോവൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ കൂടിയാണ്, വ്യവസായ വകുപ്പ് സെക്രട്ടറി ആണെങ്കിലും, പിന്നെ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും മറ്റുള്ള IASകാരും എല്ലാം അവരൊരു ഡിസാസ്റ്റർ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നല്ല ധാരണയുള്ള ഉദ്യോഗസ്ഥന്മാരാണല്ലോ. അവരെല്ലാം കൂടി എന്തെങ്കിലും ഒരു തട്ടിപ്പിന് നിൽക്കുമോ? ഏതെങ്കിലും ഒരാൾ വ്യക്തിപരമായി താല്പര്യമോ മറ്റോ ആണെങ്കിൽ അങ്ങനെ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഒരു കമ്മിറ്റി, അതും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു കോർ കമ്മിറ്റി, അവർ ചർച്ച ചെയ്ത് അന്നത്തെ സപ്ലൈ ചെയിൻ പരിശോധിച്ച് അടിയന്തര സ്റ്റോക്ക് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ച് വാങ്ങിയിട്ടുള്ളൊരു കാര്യം, അതും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് പറയാന്ന്? അപ്പോൾ CAGക്ക് അതിന്റെ മറുപടി കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് കണക്കുകളെ വളരെ മെക്കാനിക്കലായി സമീപിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളായി കൂടി നമുക്ക് ഇതിനെ കാണാം. ടീച്ചർ, പക്ഷേ മറ്റൊരു സംശയം നിൽക്കുന്നത്, ഇതെല്ലാം നമ്മൾ അതിജീവിച്ച് തരണം ചെയ്ത് ലോകത്തിന് മാതൃകയായി മാറിയ ഈ സന്ദർഭത്തിൽ ഇപ്പൊ പെട്ടെന്ന് ഇതൊരു രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഇന്റൻഷനലാണ്. കാരണം ഒന്നും രണ്ടും പിണറായി സർക്കാർ നോക്കൂ എന്തൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് ചെയ്തത്. നമുക്ക് ആശുപത്രികൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്, പക്ഷേ ആശുപത്രികളുടെ ഗുണനിലവാരം പോരാ. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അവയെല്ലാം മെച്ചപ്പെടണം. നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്, നല്ല മെഡിക്കൽ കോളേജുകളാണ് പലതും. പക്ഷെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകണം. ലോക റാങ്കിങ്ങിൽ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മുന്നിൽ വരണം. അപ്പോൾ അതെല്ലാം അങ്ങനെ പറയുമ്പോൾ കുറച്ച് പണം ചെലവഴിക്കണം. അതാണ് കിഫ്ബിയിൽ നിന്ന് നമുക്ക് വായ്പ തന്നുകൊണ്ട് ഇതെല്ലാം മെച്ചപ്പെടുത്താൻ ആർദ്രം മിഷൻ നമ്മൾ എടുത്തത്. ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി, വൈകുന്നേരം വരെ OP ആയി. ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ PHCയിൽ ലാബ് ഇട്ട് നമ്മൾ അവിടെ വെച്ച് മലവും മൂത്രവും കഫവും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ, അതുപോലെ പ്രഷറും ഷുഗറും ഒക്കെ പരിശോധിക്കാൻ ഗ്രാമീണ ജനതയ്ക്ക് സാധിച്ചാൽ രോഗം പ്രിവെന്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ പ്രിവെൻഷനിൽ ഊന്നിക്കൊണ്ടാണ് നമ്മളത് ചെയ്തത്. ശ്വാസകോശ സംബന്ധമായ രോഗം കേരളത്തിൽ വളരെയേറെയുണ്ട്, അത് പരിശോധിക്കാനുള്ള ശ്വാസ് ക്ലിനിക്ക്, മാനസിക അസ്വാസ്ഥ്യം പരിശോധിക്കാനുള്ള ആശ്വാസ് ക്ലിനിക്ക്, ക്യാൻസറിന്റെ ഏർലി ഡിറ്റക്ഷനുള്ള പരിശീലനവും തയ്യാറെടുപ്പ്, ഇതൊക്കെ ഒരു PHCയിൽ നമ്മൾ ആരംഭിച്ചേ. അത് കാലികമായിട്ടുള്ള പരിഷ്കാരമാണ്. അതാണ് ജനകീയ ആസൂത്രണം. അത് പിണറായി സർക്കാർ ചെയ്തു. നോക്കൂ, നമ്മുടെ ഗ്രാമങ്ങളൊക്കെ എത്ര വൃത്തിയായി. വളരെ ഇപ്പം ഡെങ്കി ഔട്ട്ബ്രേക്ക് ഒക്കെ വളരെ കുറവല്ലേ ഗ്രാമത്തിൽ? നേരത്തെ എന്തായിരുന്നു? 2016 ഞങ്ങൾ വരുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡെങ്കി ഔട്ട്ബ്രേക്ക് അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് ഇതൊക്കെ ഇങ്ങനെ വ്യാപിക്കായിരുന്നില്ലേ? അപ്പോൾ അതിനൊക്കെ കുറവ് വരുത്താൻ സാധിച്ചത് ഈ ആസൂത്രണം വഴിയാണ്. അപ്പം ജനങ്ങൾ സ്വാഭാവികമായിട്ടും അംഗീകരിച്ചു. അതിനെയെല്ലാം തമസ്കരിക്കാനാണ് ഇല്ലാത്ത നുണകൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് വരികയാണ്. അപ്പോൾ കുറേ കാലം മുഖ്യമന്ത്രിയുടെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് അങ്ങനെയുള്ള കുറേ വാർത്തകൾ, അതൊക്കെ എവിടെ പോയി? ഇപ്പം അങ്ങനെ വന്നു. ഇപ്പോഴാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. വേറെ അവർക്ക് എടുത്ത അസ്ത്രങ്ങളുടെയൊക്കെ മൊനയൊടിഞ്ഞപ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ? അതുകൊണ്ട് CAGന്റെ ഒരു പരാമർശം, അതായത് 10 കോടി അധിക ചെലവ് വന്നിട്ടുണ്ട്. കോവിഡ് ഡിസാസ്റ്റർ അല്ലേ? ലോകം മുഴുവൻ വിറച്ചുപോയ ഡിസാസ്റ്ററിൽ 10 കോടി അധിക ചെലവ് വന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു അഴിമതിയായിട്ട് CAG ചിത്രീകരിക്കുക? CAG അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമായിരുന്നു എന്നൊക്കെ അത് CAGക്ക് മറുപടി ഓർക്കുമ്പോൾ ബോധ്യാവും എന്നുള്ളതാണ് കരുതുന്നത്. ലോകത്തിന്റെ ഏത് കോടതിയിൽ പോയാലും ഒരു ഡിസാസ്റ്ററിന്റെ കാലത്ത് അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്ത കാര്യം അഴിമതിയാണെന്ന് വിധിക്കാം. എന്നാൽ പിന്നെ ഇനി അടുത്ത ഡിസാസ്റ്ററിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുമോ? ഭയന്നിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്നോട് ചോദിച്ചവരോട് പറഞ്ഞു, അന്ന് ഞാനത് സമ്മതിച്ചില്ല എങ്കിൽ ഞാനൊരു മിനിസ്റ്ററാ. ഞാൻ പിന്നെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അയ്യോ പേടിച്ച് അത് നാളെ ആളുകൾ എന്തെങ്കിലും പറയൂ, അതുകൊണ്ട് മാർക്കറ്റിൽ ചെറിയ വിലക്ക് വരുമ്പോൾ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് കാത്തു നിന്നാൽ ഈ ആളുകൾ മരിച്ചാൽ ഈ പറഞ്ഞ ആളുകൾ പറയില്ലേ തക്ക സമയത്ത് ഇടപെട്ടില്ല, ആളുകൾക്ക് സുരക്ഷയില്ലായിരുന്നു, അങ്ങനെ മരിച്ചുപോയി എന്ന് ഇവർ തന്നെ പറയില്ലേ? അതുകൊണ്ട് പിണറായി ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് കാണും. ഇപ്പം 3ാമതും പിണറായി സർക്കാർ വരും. ഒരു കൊല്ലവും കൂടി പിണറായി സർക്കാരിൻ്റെ 2ാം സർക്കാരിനുള്ളൂ. അപ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു എന്തെല്ലാം പ്രചരിപ്പിച്ചിട്ടും എന്തെല്ലാം ഉപദ്രവം ചെയ്തിട്ടും അത് ജനങ്ങളിൽ അങ്ങനെ യേശുന്നില്ല എന്ന് വരുമ്പോഴാണ് പിന്നെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി അതിൽ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ നയം പിന്തുടർന്നുകൊണ്ട്
മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും വളരെ ജനക്ഷേമപരമായി ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് മൂന്നാം പിണറായി സർക്കാരിന് നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാമെന്ന്. തീർച്ചയായിട്ടും. ഇപ്പോൾ ചിലർ ഒരു കമന്റ് ഇട്ടത് ഞാൻ കണ്ടു, ഈ PPE കിറ്റ് അഴിമതി ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ചിലരുണ്ടല്ലോ, കോടി കട്ടു എന്നുള്ള പറഞ്ഞിട്ട് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കയറിയിട്ട് കമന്റ് ഇടും, എത്ര കോടി കട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവരുടെയൊക്കെ ഒരു സംസ്കാരം അതാണ്, അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാം. പക്ഷെ അതിൽ ചിലർ നിനക്ക് ഈ കമന്റ് ഇടാൻ ജീവിച്ചിരിക്കുന്നത് അന്ന് ഈ PPE കിറ്റൊക്കെ വാങ്ങിയിട്ട് ഡോക്ടർമാർ നിന്നെ നോക്കിയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ചിലർ കമന്റ് ഇടുന്നത് കണ്ടു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ നിപ്പ മാനേജ് ചെയ്തതിലും. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന നേട്ടം അങ്ങോട്ട് വിശ്വസിക്കാൻ പലർക്കും ഒരു മടിയാണ്. കാരണം ലോകം അന്ന് ഒരുപാട് അഭിനന്ദനങ്ങളും ഒരുപാട് അവാർഡുകളും, അവാർഡ് എന്നെ തേടി വരുന്നത് ഞാനാണ് ആരോഗ്യമന്ത്രി എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ ആ മന്ത്രിക്കാണ് അവാർഡ് പോവുക. അപ്പോൾ എന്നെ അന്ന് എനിക്ക് തന്നെ അത്ഭുതം. ഞാൻ സാധാരണ നാട്ടുപുറത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരാൾ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിരുദം. പിന്നെ സാധാരണ ഹൈസ്കൂൾ ടീച്ചറാണ്, സയൻസ് ടീച്ചറാണ്. ഞാൻ സയൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. അത് എൻ്റെ മനസ്സിലുണ്ട്. എന്ത് ചെയ്യണം, പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിൽ പകച്ചു നിന്നിട്ടേ ഇല്ല. അത് ഇതിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ ആരോഗ്യ മേഖലയിൽ പുതിയ ഒട്ടേറെ കാര്യങ്ങൾ 5 വർഷക്കാലം തുടങ്ങിയിട്ടുണ്ട്. കോവിഡിൽ ഒന്നുകൂടി പറയാനുണ്ട്, പൂർണ്ണമായി സൗജന്യ ചികിത്സയായിരുന്നു 2020 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അദ്ദേഹം വളരെ ധീരതയോടെ പ്രഖ്യാപിച്ചു, കോവിഡ് വന്നിട്ട് ആരും മരിക്കരുത്, ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരിക്കും. അത് നിങ്ങൾ സ്വകാര്യ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താലും കോവിഡ് കാലത്ത് ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ്. ഗവൺമെൻറ് എവിടെയെങ്കിലും ഉണ്ടോ? ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്നിട്ട് എത്ര ആളുകൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ മരിച്ചിട്ടുണ്ടെന്നറിയോ? ഓക്സിജൻ കിട്ടാതെ. ഓക്സിജൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം അന്നേരത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുണ്ട്. കേരളത്തിൽ മരണം മറച്ചു വെച്ചു എന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ് ഇൻറ്റൻഷനലായിട്ട്. അതൊരു ഡോക്ടർ അടക്കം, കോൺഗ്രസിൻ്റെ ഇതായിട്ടുള്ളൊരു ഡോക്ടർ അടക്കം അങ്ങനെ അന്ന് തന്നെ തുടങ്ങിയിരുന്നു ഒരു പ്രചരണം നടത്തുന്നത്. കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക്. 10,000-75,000 മരണം ന്യൂയോർക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ 5,000 താഴെ മരണം എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മരണം മറച്ചു വെച്ചതാണ്, കോവിഡ് മരണം. ഒരു ഡോക്ടർ പറയുന്ന കേട്ടു, മന്ത്രി തന്നെ മരണം മറച്ചു വെക്കാൻ പറഞ്ഞു എന്ന്. ഇനി ഞാൻ പറഞ്ഞു മരണം മറച്ചു വെച്ചു. കേരളത്തിൽ 100% ഡെത്ത് രജിസ്ട്രേഷൻ നടക്കുന്ന സംസ്ഥാനം. അപ്പൊ ഇവിടെ മറച്ചു വെച്ചാൽ ഈ മരണം അപ്പുറം സാധാരണ ജനറൽ ഡെത്ത് പോയി ചേരില്ലേ? ഈ 2020 അവസാനം എക്സസ് ഡെത്ത് അനാലിസിസ് നടന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, കേരളത്തിലും നടന്നു. ആ എക്സസ് ഡെത്ത് എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് കോവിഡിന്റെ മുൻ വർഷത്തേക്കാൾ എത്ര ആളുകൾ കൂടുതൽ മരിച്ചിട്ടുണ്ട് അതാണ്. അപ്പം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് കാലത്ത് കൂടുതൽ മരിച്ചിട്ടുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ട്. ചിലയിടത്ത് കുറച്ച് കൂടുതൽ, ചിലയിടത്ത് ഒരുപാട് കൂടുതൽ. പക്ഷെ കേരളത്തിൽ കോവിഡ് കാലത്ത് മരണം കുറയാ ചെയ്തത്. എക്സസ് ഡെത്ത് അനാലിസിസിൽ 2019 2020 മരണം കുറവാ. ലോകത്ത് 6 സ്ഥലത്തേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. 1 ന്യൂസിലൻഡാണ്, 1 വിയറ്റ്നാമാണ്, ക്യൂബയാണ്, പിന്നെ ഏതെല്ലാം 2-3 എനിക്ക് നല്ല ഓർമ്മയില്ല. ആ കൂട്ടത്തിൽ ഇന്ത്യയിലെ കേരളമാണ്. അപ്പോൾ എക്സസ് ഡെത്ത് കുറയാൻ കാരണം കോവിഡ് കാലത്ത് നാം കാണിച്ച ശുഷ്കാന്തിയാണ്. ഒന്ന്, കോവിഡ് വന്ന് മരിക്കാതിരിക്കാൻ ക്വാറന്റൈനും ഐസൊലേഷനും ഒക്കെ. ബ്രേക്ക് ദ ചെയിൻ, നമ്മൾ പിന്നെ രോഗം പടരാതിരിക്കാനോ, എന്തൊരു വർക്കാണ് നടത്തിയത്. അതും പിന്നെ പ്രായമുള്ളവർക്ക് റിവേഴ്സ് ക്വാറന്റൈൻ, അകത്തിരിക്കണം, എല്ലാം കൊണ്ടുതരും. ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ എന്തുണ്ടെങ്കിലും അവിടെ വന്ന് പരിശോധിക്കും. എന്നെ ചില പ്രായമുള്ളവർ എന്നോട് പറഞ്ഞു, പലരോടും പറഞ്ഞിട്ടുണ്ടാവാം, എങ്ങനെയാണ് ടീച്ചർ ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ഒക്കെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത്? രാവിലെ കോള് വന്നു ആരോഗ്യ പ്രവർത്തകരുടെ, വൈകുന്നേരവും കോള് വന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഷുഗറിൻ്റെ മരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണേ കൃത്യമായി സപ്ലൈ ചെയ്തു. അതുകൊണ്ട് ആരും ഷുഗർ കൂടിയിട്ടോ പ്രഷർ കൂടിയിട്ടോ മരിച്ചില്ല. അതുകൊണ്ടാണ്, ഇത്രയും ശ്രദ്ധ കിട്ടിയത് കൊണ്ടാണ് ഈ എക്സസ് ഡെത്ത് കുറഞ്ഞത്. അപ്പോൾ അത് ആ കണക്ക് വ്യക്തമായ രേഖകളായി നിൽക്കുമ്പോഴും യാതൊരു മടിയും ഇല്ലാതെ കോവിഡ് മരണം മറച്ചു വെച്ചിട്ടാണ്. പിന്നെ 2021 കൂടിയിട്ടുണ്ട്, അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. 2020 ജനുവരി മുതൽ 2021 ജനുവരി വരെയുള്ള കണക്കിൽ നമ്മൾ വലിയ വ്യത്യാസമാണ്. പക്ഷെ 2021 അസംബ്ലി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അസംബ്ലി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഞങ്ങളൊരു ആലോചന നടത്തി, ഇത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ മാത്രമായിട്ടുള്ള ഒരു ഇലക്ഷനാക്കി മാറ്റാൻ പറ്റുമോ? പക്ഷേ ആരാ കേൾക്കുക? LDF അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ മറ്റുള്ളവർ കേൾക്കണമെന്നില്ലല്ലോ. അപ്പോൾ അന്നേരം തന്നെ സമരമൊക്കെ ലാസ്റ്റ് ടേം ആയതുകൊണ്ട് LDFനെതിരെ വലിയ സമരവും, ആ സമരത്ത് പങ്കെടുക്കുന്നവർക്കൊക്കെ കോവിഡ് വന്ന അനുഭവമൊക്കെ ഉണ്ടായിരുന്നു.
ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ പബ്ലിക് മീറ്റിങ്ങുകൾ കൂടി. അത് UDF മാത്രമൊന്നുമല്ല, LDFന്റെ ആളുകൾ അടച്ചിട്ടൊരു മുറിയിലിരുന്ന് മീറ്റിംഗ് നടത്തിയപ്പോൾ ആ മീറ്റിംഗ് പങ്കെടുത്ത മുഴുവനാക്കും കോവിഡ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സിസ്റ്റം പോലീസ് ഇലക്ഷനിൽ കേന്ദ്രീകരിച്ചു. അതുപോലെ മറ്റേ ഇവർ മുഴുവൻ അപ്പോഴേക്കും വാക്സിനൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് വല്ലാണ്ട് ഇത് കൂടാതിരുന്നത്. പിന്നെ വാക്സിനൊക്കെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു നമ്മൾ. അത് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് കൂടുതൽ വാക്സിൻ ആളുകൾക്ക് കൊടുത്തത്. കൃത്യമായിട്ട് വാക്സിനേഷൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയിരുന്നു. എല്ലാവർക്കും വാക്സിനൊക്കെ എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് വലിയ അപകടമുണ്ട്. പക്ഷേ 2020 കുറച്ചുകൂടി അധികം പേർക്ക് കോവിഡ് വന്നു. കോമോർബിഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇടയിൽ കുറച്ച് മരണസംഖ്യയും കൂടിയിട്ടുണ്ട്. അതെല്ലാം ചേർത്താലും ലോകത്തിൻ്റെ പല ഭാഗവും താരതമ്യം ചെയ്യുമ്പോൾ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നിരക്ക് കുറവാണ്, മരണനിരക്ക്. എണ്ണം വെച്ചിട്ട് ചിലർ പറയുന്നുണ്ട് ജനസംഖ്യ കുറഞ്ഞ സ്ഥലത്തെ എണ്ണവും ഇവിടുത്തെ എണ്ണവും താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ 2020 ജാനുവരി ടു 2021 ജാനുവരി അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട്. കാരണം നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആയി ഗവൺമെൻറ് പോലീസിനെ മുഴുവൻ മുഖ്യമന്ത്രി കോവിഡിൽ കേന്ദ്രീകരിപ്പിച്ചു. കേട്ടില്ലേ? മുഴുവൻ പോലീസുകാരും. അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാരെ വോളണ്ടിയർമാരല്ല പ്രാദേശിക മജിസ്ട്രേറ്റുമാരായിട്ട് നിശ്ചയിച്ചു. അധ്യാപകരെയൊക്കെ റവന്യൂ അല്ല, വിദ്യാഭ്യാസ വകുപ്പിൽ, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. പ്രാദേശിക ലോക്കൽ മജിസ്ട്രേറ്റുമാരായിട്ട് നിശ്ചയിച്ചു. വിവാഹത്തിന് ആൾ കൂടുതൽ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ആൾ കൂടുന്നു, ഇതെല്ലാം അവരാ പരിശോധിച്ചത്. പിന്നെ കോവിഡ് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് കോവിഡ് വോളണ്ടിയർമാരായിട്ട് രജിസ്റ്റർ ചെയ്തു ചെറുപ്പക്കാർ, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ. അവരാണ് വീട്ടിൽ മരുന്നും ഭക്ഷണമൊക്കെ ഉണ്ടോ അല്ലേ, എല്ലാവർക്കും ഫുഡ് കിറ്റ്, പാകം ചെയ്ത ഭക്ഷണം, കോമൺ കിച്ചൺ, അതൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള പ്രഖ്യാപനങ്ങളായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടാണ് കോവിഡ് മരണം കുറഞ്ഞത്. അതിൻ്റെ ക്രെഡിറ്റ് കേരള ഗവൺമെൻറ്റിനാണ്. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ധീരമായ തീരുമാനങ്ങൾ എടുത്ത LDF ഗവൺമെൻറ്റിനാണ്. LDFിൽ എല്ലാ ഘടക കക്ഷികളും അവരുടെ എല്ലാം വകുപ്പുകളും ഒന്നും മാറ്റി നിർത്താനുണ്ടായിരുന്നില്ല, സഹകരിക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം സപ്ലൈൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന മന്ത്രി കൃത്യമായിട്ട് ഈ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി പെട്ട പാടത്രയാണ്. വൈദ്യുതി മന്ത്രി കറണ്ട് എവിടെയും പോകാൻ പാടില്ല കോവിഡ് കാലത്ത് ഇല്ലേ, എന്തൊരു ശുഷ്കാന്തിയായിരുന്നു. പവർ കട്ടില്ല, കൃത്യമായിട്ട് കറണ്ട് എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ ഉടനെ നന്നാക്കുന്ന അവസ്ഥ. വാട്ടർ സപ്ലൈ, കുടിവെള്ളം എവിടെ ഇല്ലാത്ത പ്രശ്നം വരരുത്. അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ മിഷനറികളാകെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് നോക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും നന്നായിട്ട് പ്രവർത്തിച്ചത് ലോകത്തിന് മാതൃകയാണ്. ആ അനുഭവം പറയുമ്പോൾ ഞങ്ങളാരും അഹങ്കാരം പറയുന്നതല്ല, ഞങ്ങൾക്ക് അഹങ്കാരേ ഇല്ല. ഇനി ഒരു പാൻഡമിക് വന്നുകൂടായി വരാതിരിക്കട്ടെ, വന്നാൽ നമുക്കൊരു പാഠമാണത്. എങ്ങനെ നേരിടണം, എല്ലാവരും സഹകരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്കൊരു അനുഭവ സമ്പത്തായി. ഇനി ഒരു പാൻഡമിക് വന്നാൽ കേരളം ധൈര്യമായിട്ട് പറയും ഞങ്ങൾ നേരിടും എന്ന് പറയാനുള്ള ഒരു ആർജവം കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിലും വലുത് അൾട്ടിമേറ്റ് എയിം മനുഷ്യന്റെ ജീവൻ രക്ഷിക്കലാണ്. 82 വയസ്സുള്ള ആളെ പോലും കോവിഡ് ബാധിച്ച് കിടന്നെടുക്കുന്ന ജീവൻ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് വലിയ വാർത്തയായിരുന്നല്ലോ പത്രത്തിൽ, അന്ന് TV യിലും. എന്തേ മറന്നുപോയതിപ്പോൾ കേട്ടില്ലേ? 60 വയസ്സായവർക്ക് മെഡിസിൻ കൊടുക്കണ്ട എന്ന് ചില രാജ്യങ്ങൾ, ഓക്സിജൻ കൊടുക്കണ്ട എന്ന് ചില രാജ്യങ്ങൾ തീരുമാനം. അതിൽ താഴെയുള്ളവർ മരിക്കാൻ പുറപ്പെടുവാണ്. അതുകൊണ്ട് ഓക്സിജൻ കൊടുക്കേണ്ടത് അവർക്കാണ്. ഓക്സിജൻ അത്രേ ഉള്ളൂ. നമ്മളോ 60 വയസ്സിന് മേലെയുള്ളവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തു, എന്നിട്ട് അവരെ രക്ഷിച്ചു. ഇതെല്ലാം അന്ന് മീഡിയയിലൊക്കെ വലിയ വാർത്തയായിരുന്നു. എന്നെ പലരും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു, ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചിരുന്നു. പക്ഷേ അത് മറന്നുപോയി. അപ്പോൾ ഇപ്പം ചളിവാരി എറിയാൻ അങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ അത്ര മറവിയുള്ളവരല്ല. അവർക്ക് നന്നായിട്ട് അന്നത്തെ ഗവൺമെൻറ് എന്താ ചെയ്തതെന്നറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവരെ തിരിഞ്ഞുകൂത്തും. ആരാണോ പ്രചരിപ്പിക്കുന്നത് അവരെ തിരിഞ്ഞുകൂത്തും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.